അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കണ്ടോ, ഇതൊന്ന് മുട്ട റോസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് 50 മുട്ട റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പം നമ്മൾ മുട്ടയുടെ മസാല ഉണ്ടാക്കി പിന്നെ നമ്മളെല്ലാം കൂടെ ഇട്ടങ്ങോട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം പൊടിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ നമ്മുടെ ഓരോ മുട്ടയിലും ഇങ്ങനെ നമ്മൾ ഇച്ചിരി മസാല കോരി വെച്ച് ഒന്ന് വഴറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാ മുട്ടയിലും നമ്മുടെ മസാല പിടിച്ച് കഴിയും. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി ഇത് ചെയ്യണം. അപ്പം ഓരോന്നേലും നമ്മൾ ആ മസാല ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് മസാല പിടിക്കും. കണ്ടോ? ഇനി നിങ്ങൾക്ക് ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. എല്ലാത്തിലും മസാല പിടിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഇനഫ് സ്പേസും ഉണ്ട്. ഉണ്ടോ? എല്ലാ മുട്ടയിലും മസാല പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് മൊത്തം കൂടെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ബാക്കിയും കൂടെ എല്ലാം നല്ല പൊതിഞ്ഞിരിക്കും മസാല. അപ്പം ഞാനിന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് പ്രയറുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 50 മുട്ട ഒക്കെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാനിത് ഒത്തിരിയൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട റോസ്റ്റ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗസ്റ്റും പ്രയറും ഒക്കെ ഉള്ളപ്പോൾ ചെയ്ത് നോക്കുക. ഗ്രേവി ഉണ്ടാക്കിയിട്ട് നല്ലതായിട്ട് ഗ്രേവി ഇച്ചിരി ഏറെ വേണം. എന്നിട്ട് നമുക്കിങ്ങനെ എല്ലാം മുട്ട ഓരോന്നിട്ടിട്ട് അതിനകത്തിലൊന്ന് മുട്ട ഒന്ന് പുരട്ടി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ.